വിഭജന ഭീതി ദിനാചരണത്തെ ചൊല്ലി പരസ്പരം കൊമ്പുകോർത്ത് സർക്കാരും ഗവർണറും പരിപാടി സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടത്തില്ലെന്നാണ് സർക്കാർ നിലപാട്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള പരിപാടിയിൽ നിന്ന് പിന്നോട്ടു പോകാൻ രാജ്ഭവനും തയ്യാറല്ല. ദിനാചരണം നടത്തിയാൽ തടയുമെന്ന് SFIയും KSUവും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരള, കണ്ണൂർ, KTU VC-മാർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജ് പ്രിൻസിപ്പൽമാർക്ക് ദിനാചരണം സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുസാറ്റ് VC സെമിനാർ സംഘടിപ്പിക്കാൻ അറിയിപ്പ് നൽകി. മറ്റ് സർവകലാശാലകൾ നടപടി സ്വീകരിക്കാൻ രജിസ്ട്രാർമാർക്കും കത്ത് കൈമാറി. മുഖ്യമന്ത്രിയുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു VC-മാരുടെ ഈ നീക്കം. എന്നാൽ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തേണ്ട എന്നാണ് സർക്കാർ നിലപാട്. വിഭജന ഭീകരത എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ അത് വർഗീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ഇടവരുത്തുന്ന പരിപാടികളായി മാറും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. ഗവർണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദിനാചരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കോളേജുകൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ തീരുമാനം സ്വീകരിക്കേണ്ടത് അതാത് മാനേജ്മെന്റുകളാണെന്നും സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ വ്യക്തമാക്കി. ക്യാമ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമ്പസ് ഇല്ല, ഇവിടെ ക്യാമ്പസ് ഇവിടെ ഇല്ല. അതിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശം കൊടുത്തതനുസരിച്ചിട്ട് കോളേജുകളാണ്, അഫിലിയേറ്റഡ് കോളേജുകളാണ് തീരുമാനിക്കുന്നത്. ഭാരതാംബ വിവാദത്തിന് ശേഷം സർക്കാരും ഗവർണറും തമ്മിലുള്ള മറ്റൊരു ഏറ്റുമുട്ടലിനാണ് വിഭജന ഭീതി ദിനാചരണം തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഗവർണറുമായി അനുരഞ്ജന ചർച്ചയ്ക്കില്ല എന്നാണ് സർക്കാർ നിലപാട്. SFIയും KSUവും ദിനാചരണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. നാളെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ പരിപാടി സംഘടിപ്പിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.